നോട്ടീസ് ബോർഡിൽ ടീം ലിസ്റ്റ് കണ്ടു. അതിൽ പക്ഷെ നിതിന്റെ പേരില്ല. കുറെ കാലമായി നിതിൻ ഫോമിലല്ലാന്ന് റോഹനും അറിയാലോ. അതൊന്നും അല്ല റിയൽ റീസൺ ഞങ്ങൾക്കറിയാം. ആ തെണ്ടി ഇൻക്ലൂഡ് ചെയ്യാനല്ലേ സാർ ഇവനെ ഡ്രോപ്പ് ചെയ്ത്. സ്റ്റേറ്റ് മീറ്റ് പോലുള്ള ഒരു മേജർ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ എന്ത് മാച്ച് പ്രാക്ടീസ് ആ ചെക്കനുള്ളത്? ആദ്യമായൊരു ടൂർണമെന്റ് കളിക്കാൻ ഇറങ്ങിയപ്പോ നിങ്ങൾക്കുണ്ടായിരുന്നോ ഈ പറഞ്ഞ മാച്ച് പ്രാക്ടീസ്? സാർ ഒന്നോർത്തോ, നിതിനില്ലാതെയാണ് ടീം ഇറങ്ങുന്നതെങ്കിൽ കളിക്കാൻ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. റോഹൻ, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാ ഞാൻ ടീം സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. അല്ലായിരുന്നേ ഞാൻ ആദ്യം ഒഴിവാക്കേണ്ടത് നിന്നെയാ. ഞാനത് ചെയ്യാത്തത് ഒരു അവസരമായിട്ട് എടുക്കുക. ചെയ്തു പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം. അതിന് ഭാവമില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വേറെ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങും. ഇതെനിക്ക് വെറുമൊരു ഫുട്ബോൾ ടൂർണമെന്റ് അല്ല, എന്റെ സെൽഫ് റെസ്പെക്ടിന്റെ പ്രശ്നമാണ്. ജയിച്ചേ പറ്റൂ എനിക്ക്. പപ്പ, നാളെ ഞാൻ ആദ്യമായിട്ട് കളിക്കാറങ്ങുക. പപ്പയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? പപ്പയെ പോലെ ഞാനും വലിയ കളിക്കാരനാവണമെന്ന് പപ്പ കൊണ്ട് പറഞ്ഞിട്ടില്ലേ? ഓർമ്മയുള്ളത്? എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ പപ്പ. നമുക്ക് പ്രാർത്ഥിക്കാം. വാ പപ്പ.
ആന്റി കണ്ടേയില്ലല്ലോ. റിയലി യു മിസ്ഡ് ഇറ്റ്. എന്തായിരുന്നു സാമിന്റെ പെർഫോമൻസ്? ഫസ്റ്റ് കളി തന്നെ സാം കലക്കി. ഞങ്ങളൊക്കെ ഇപ്പൊ സാമിന്റെ ഫാൻസായി. മതി ഒരു സാം, എനിക്ക് കേക്കണ്ട. ഓ ഇയാള് സാമിന്റെ ആളായിരുന്നല്ലേ, ഇപ്പൊ എന്ത് പറ്റി? പ്രേമം ചീറ്റി, അത് തന്നെ. ആ, അത് പറ. സാമിന് ഇപ്പം മരിയോടാ പ്രേമം. ഇതിപ്പോ ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആയി. നീ ഇത് പാത്തോ സോങ് പാടി നടക്കുക. സ്റ്റോപ്പ്. ദേ ഇനി ഇതെങ്ങാനും പാട്ടാക്കിയുണ്ടല്ലോ. ഇന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാടി? നമ്മുടെ ടീം ഫൈനലിലെത്തിയ ദിവസമല്ലേ? ഫൈനലിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ, ജയിച്ചിട്ട് പറ. ജയിക്കും, ഇത്തവണ ഉറപ്പാ. സാം ടീമിലുള്ളപ്പോ നമ്മൾ ജയിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ക്വാർട്ടറിലും സെമിയിലും സാമിന്റെ കളി കണ്ടതല്ലേ നീ? ഹീസ് എ ബ്രില്യൻ പ്ലെയർ. അവൻ മാത്രം മതിയുടെ എനിക്ക്. അവനെ വെച്ചോണ്ട് തന്നെ ഞാൻ ഈ ഫൈനലിൽ ജയിക്കും. ഓവർ കോൺഫിഡൻസ് വേണ്ട. ആ ഫെലിക്സും സെന്റ് സേവിയേഴ്സും തന്നെ ആവും ചിലപ്പോ ഓപ്പോസിറ്റ് വരിക. വരണം, അവര് തന്നെ വരണം. അവരെ തോൽപ്പിക്കുമ്പോഴാ ശരിക്കും ത്രില്ല് അല്ലേ നീതു? ഇവളെന്താ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ? എന്തു പറ്റി നീതു? ഒന്നുമില്ല.